ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈ വേൾഡ് കപ്പിന് മുന്നേ ബ്രസീലിൻ്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി തൻ്റെ ഒരു നിരീക്ഷണം പങ്കുവച്ചിരുന്നു. അതായത് വേൾഡ് കപ്പ് നേടുക വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചു കൂട്ടുന്ന ടീമല്ല, മറിച്ച് ഏറ്റവും കുറവ് ഗോളുകൾ വഴങ്ങുന്ന ടീമായിരിക്കും വേൾഡ് കപ്പ് നേടുക എന്നുള്ളതായിരുന്നു കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിരുന്നത്. അതായത് വേൾഡ് കപ്പ് കളിക്കേണ്ട ആ ഒരു ടാക്ടിക്സിനെ കുറിച്ച്, ആ രീതിയെക്കുറിച്ചുള്ള ഒരു നിരീക്ഷണമാണ് അദ്ദേഹം നടത്തിയത്. ഡിഫൻസ് എത്രത്തോളം സ്ട്രോങ് ആക്കണം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായി കൊണ്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞിട്ടുള്ളത്. അത് ഇത്തവണത്തെ വേൾഡ് കപ്പിൽ അക്ഷരം പ്രതി ശരിയായി എന്നുള്ളതാണ്. അതായത് ഇത്തവണത്തെ വേൾഡ് കപ്പ് നേടിയത് സ്പെയിനാണ്. ഈ വേൾഡ് കപ്പിൽ ഏറ്റവും കുറവ് ഗോളുകൾ വഴങ്ങിയ ടീമുകളിൽ ഒന്ന് സ്പെയിനാണ്. കേവലം ഒരൊറ്റ ഗോൾ മാത്രമാണ് ഈ വേൾഡ് കപ്പിൽ സ്പെയിൻ വഴങ്ങിയിട്ടുള്ളത്. അങ്ങനെയാണ് വേൾഡ് കപ്പ് ഇപ്പോൾ സ്പെയിൻ സ്വന്തമാക്കിയിട്ടുള്ളത്. അതായത് ഗോളുകൾ വഴങ്ങാതിരിക്കുക, ഡിഫൻസ് സ്ട്രോങ് ആക്കുക, എതിരാളികൾക്ക് പന്ത് വിട്ട് നൽകാതിരിക്കുക, ഇതൊക്കെയായിരുന്നു സ്പെയിനിന്റെ ഒരു തന്ത്രം. അത് വിജയിച്ചു. ഏറ്റവും കുറവ് ഗോൾ വഴങ്ങിയ ടീം തന്നെ ഇത്തവണത്തെ വേൾഡ് കപ്പ് നേടി എന്നുള്ളതാണ് കാർലോ ആഞ്ചലോട്ടിയുടെ ആ ഒരു നിരീക്ഷണം. അത് കൃത്യമായിരുന്നു, അത് ശരിയായിരുന്നു എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. പക്ഷേ ബ്രസീലിനകത്ത് അദ്ദേഹത്തിന് അത് നടപ്പിലാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. അതായത് നോർവേക്കെതിരെയുള്ള മത്സരത്തിൽ ബ്രസീൽ 2 ഗോളുകൾ വഴങ്ങി. ഡിഫൻസ് അന്ന് മോശമായിരുന്നു. ഏർലിംഗ് ഹാലൻഡിനെ തടയുന്നതിൽ ബ്രസീൽ പരാജയപ്പെട്ടു. അതാണ് അന്ന് യഥാർത്ഥത്തിൽ ബ്രസീലിന് തിരിച്ചടിയായത്. അതായത് ഏറ്റവും കുറവ് ഗോളുകൾ വഴങ്ങുക എന്ന ആഞ്ചലോട്ടിയുടെ ടാക്ടിക്സ് അദ്ദേഹത്തിന് കളിക്കളത്തിൽ നടപ്പിലാക്കാൻ സാധിച്ചില്ല. പക്ഷെ അത് നടപ്പിലാക്കിയ സ്പെയിൻ ആവട്ടെ ഇത്തവണത്തെ വേൾഡ് കപ്പ് നേടുകയും ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും ആഞ്ചലോട്ടിയുടെ നിരീക്ഷണങ്ങൾ കൃത്യമായിരുന്നു. പക്ഷെ ബ്രസീലിയൻ ദേശീയ ടീമിനകത്ത് അദ്ദേഹത്തിന് അത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ അടുത്ത വേൾഡ് കപ്പിന് 4 വർഷത്തോളം സമയമുണ്ട്. അപ്പോഴേക്കും ഡിഫൻസ് ഒക്കെ ആഞ്ചലോട്ടി സെറ്റാക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. അലക്സാൻഡ്രോ, ഡാനിലോ, മാർക്കിഞ്ഞോസ് തുടങ്ങിയ പല വെറ്ററൻ താരങ്ങളെയും ആഞ്ചലോട്ടി ഒഴിവാക്കിക്കൊണ്ട് പുതിയ താരങ്ങളെ കൊണ്ടുവരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ബ്രസീലിയൻ ആരാധകർ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.